Students and teachers of a primary school decided to plant tree saplings in the school campus and in the surrounding village during the first week of July. അപ്പോൾ ജൂലൈയുടെ ഫസ്റ്റ് വീക്കിൽ സ്കൂൾ ക്യാമ്പസിലും സറൗണ്ടിങ് വില്ലേജസിലും ട്രീ സാപ്ലിങ്സ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പ്രൈമറി സ്കൂളിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തീരുമാനിച്ചു. ഡീറ്റെയിൽസ് ഓഫ് ദി സാപ്ലിങ്സ് ദേ പ്ലാന്റഡ് ആസ് ഫോളോസ്. അപ്പോൾ അവർ പ്ലാന്റ് ചെയ്ത സാപ്ലിങ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, മൺഡേ തൊട്ട് സൺഡേ വരെയുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഹൊറിസോണ്ടൽ ലൈനിൽ നമുക്ക് തന്നിട്ടുണ്ട് ഡേ, വെർട്ടിക്കൽ ലൈനിൽ നമുക്ക് നമ്പർ ഓഫ് സാപ്ലിംഗ് പ്ലാന്റഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ യൂണിറ്റ് ഇവിടെ എത്ര വെച്ചാണ് എടുത്തിട്ടുള്ളത്? 10 വെച്ചിട്ടാണ് അല്ലേ. 0, 10, 20, 30, 40, 50, 60, 70 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 10 സാപ്ലിങ്സ് ആയിട്ടാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ഇത് വെച്ചിട്ട് ആൻസർ ചെയ്യണം. ദ ടോട്ടൽ നമ്പർ ഓഫ് സാപ്ലിങ്സ് പ്ലാന്റഡ് ഓൺ വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ. വെനസ്ഡേയിലും തേഴ്സ്ഡേയിലും പ്ലാന്റ് ചെയ്ത സാപ്ലിങ്സിൻ്റെ ടോട്ടൽ നമ്പറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വെനസ്ഡേയിൽ എത്രയാണ്? വെനസ്ഡേയിൽ ഇതാ ഇവിടുന്ന് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, എത്രയാണ്? 30. തേഴ്സ്ഡേയിൽ എത്രയാണ്? 40. അപ്പോൾ 2 ദിവസത്തെയും കൂടെ ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്താൽ മതി? 30 + 40 = 70. അടുത്തത് ദ ടോട്ടൽ നമ്പർ ഓഫ് സാപ്ലിങ്സ് പ്ലാന്റഡ് ഡ്യൂറിങ് ദി ഹോൾ വീക്ക്. ഈ ആഴ്ച മൊത്തം പ്ലാന്റ് ചെയ്ത സാപ്ലിങ്സിൻ്റെ ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പം മൺഡേയിൽ ഇവിടെ എത്രയാണ് വരിക? 50 കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ ഉണ്ട്, നമുക്ക് 52 എന്നെടുക്കാം അല്ലേ. അപ്പോൾ 52 പ്ലസ് അടുത്തത് ട്യൂസ്ഡേയിൽ 40 പ്ലസ് വെനസ്ഡേയിൽ 30 പ്ലസ് തേഴ്സ്ഡേയിൽ 40 ഫ്രൈഡേയിൽ 50 സാറ്റർഡേ 60 സൺഡേയിൽ 40. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 60 + 40 100, 150, 190, 220, 260, 310, 312. അപ്പോൾ മൊത്തം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 312 എന്ന് കിട്ടും. അപ്പം ഫുൾ വീക്കിൽ, അതായത് ഹോൾ വീക്കിൽ അവർ പ്ലാന്റ് ചെയ്ത സാപ്ലിങ്സിൻ്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 312 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് സാപ്ലിങ്സ് വെയർ പ്ലാന്റഡ് ഓൺ. ഏറ്റവും കൂടുതൽ സാപ്ലിങ്സ് പ്ലാന്റ് ചെയ്തത് എവിടെയാണ്? ലെങ്ത് കൂടിയ ബാർ ഏതാണോ അതാണ് അല്ലേ, സാറ്റർഡേ. ദ ലീസ്റ്റ് നമ്പർ ഓഫ് സാപ്ലിങ്സ് വെയർ പ്ലാന്റഡ് ഓൺ. ഏറ്റവും ലെങ്ത് കുറഞ്ഞ ബാർ ഏതാണോ അത് വെനസ്ഡേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The number of tigers in India went down drastically between 1900 and 1970. Project Tiger was launched in 1973 to track and protect the tigers in India. Starting in 2006, the exact number of tigers in India was tracked. അപ്പോൾ 1900-നും 1970-നും ഇടയിൽ ഇന്ത്യയിലെ ടൈഗേഴ്സിൻ്റെ എണ്ണം എന്ത് ചെയ്തു? ഗണ്യമായിട്ട് ഡ്രാസ്റ്റിക്കലി കുറഞ്ഞു. ഇന്ത്യയിലെ കടുവകളെ നിരീക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി 1973 ഒരു പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ചു. 2006 മുതൽ ഇന്ത്യയിലെ കടുവകളുടെ എണ്ണം കൃത്യമായ എണ്ണം എന്ത് ചെയ്തു? ട്രാക്ക് ചെയ്തു. ഷഗുഫ്ത ആൻഡ് ദിവ്യ ലുക്ക്ഡ് അപ്പ് ഇൻഫർമേഷൻ അബൌട്ട് ദ നമ്പർ ഓഫ് ടൈഗേഴ്സ് ഇൻ ഇന്ത്യ ബിറ്റ്വീൻ 2006 ആൻഡ് 2022 ഇൻ 4 years ഇൻ്റർവെൽ. അപ്പോൾ 2006-നും 2022-നും ഇടയിൽ 4 വർഷത്തെ ഇൻ്റർവെൽസിൽ ഇന്ത്യയിലെ കടുവകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഷഗുഫ്തയും ദിവ്യയും എന്ത് ചെയ്തു? പരിശോധിച്ചു. ദേ പ്രിപ്പയർഡ് എ ഫ്രീക്വൻസി ടേബിൾ ഫോർ ദിസ് ഡേറ്റ ആൻഡ് എ ബാർ ഗ്രാഫ് ടു പ്രസൻറ്റ് ദിസ് ഡേറ്റ. ഈ ഡേറ്റയ്ക്കായി ഒരു ഫ്രീക്വൻസി ടേബിളും ഈ ഡേറ്റ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു ബാർ ഗ്രാഫും അവരെന്ത് ചെയ്തു? തയ്യാറാക്കി. ബട്ട് ദെയർ ആർ എ ഫ്യൂ മിസ്റ്റേക്സ് ഇൻ ദ ഗ്രാഫ്. പക്ഷേ ഈ ഗ്രാഫിൽ
കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ക്യാൻ യു ഫൈൻഡ് ദോസ് മിസ്റ്റേക്ക് ആൻഡ് ഫിക്സ് ദം. അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ചത് നമുക്ക് പരിഹരിക്കാൻ കഴിയുമോ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡേറ്റയും തന്നിട്ടുണ്ട്, ഗ്രാഫും തന്നിട്ടുണ്ട്. നോക്കിയേ, ഇയർ 2006 തൊട്ട് 2022 വരെയുള്ള ഇയേഴ്സ് തന്നിട്ടുണ്ട്. ഓരോ വർഷത്തെ നമ്പർ ഓഫ് ടൈഗേഴ്സും അപ്രോക്സിമേറ്റ്ലി നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള ഗ്രാഫ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, 2006 നമ്പർ ഓഫ് ടൈഗേഴ്സ് എത്രയാണ്? 1400 ആണ്. പക്ഷേ ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ എത്രയാണ് വന്നിട്ടുള്ളത്? 1400 എന്ന് പറയുമ്പം 1000-നെക്കാട്ടിൽ കൂടുതൽ വരണം. പക്ഷേ ഇവിടെ 1000-നെക്കാട്ടിൽ കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഫിക്സ് ചെയ്യണം. പിന്നെന്താ, 2010 1700, അത് വേണമെങ്കിൽ നമുക്ക് കറക്റ്റാണ് എന്ന് പറയാം അല്ലേ? 1700 അത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി കറക്റ്റാണ് എന്ന് പറയാം. അടുത്തത് 2014 2200. 2200 എന്ന് പറയുമ്പം 2000 കഴിഞ്ഞിട്ട് 2000 അടുത്താണ് വരിക അല്ലേ? പക്ഷേ 2014 ബാർ എവിടെയാണ് പോയിട്ടുള്ളത്? 3000-ൻ്റെ അടുത്താണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നമുക്ക് ഫിക്സ് ചെയ്യണം. അടുത്ത 2018 3000 എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ്, കണ്ടോ? ഇതാണ് 3000. പക്ഷേ 2018 ബാർ വരുന്നത് ഇതാ ഇവിടെയാണ് അല്ലേ? 3000 അല്ല വരുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഫിക്സ് ചെയ്യണം. അടുത്തത് 2022 3700 ആണ് നമ്പർ ഓഫ് ടൈഗേഴ്സ്. അത് നമുക്ക് വേണമെങ്കിൽ കറക്റ്റാണ് എന്ന് പറയാം അല്ലേ? ഇതാ 4000-ൻ്റെ അടുത്തത് ഇവിടെയാണ് വരുന്നത്. അതപ്പോൾ നമുക്ക് വേണമെങ്കിൽ കറക്റ്റാണ് എന്ന് പറയാം. അപ്പം നമുക്ക് 3 ഫിക്സ് ചെയ്യണം. 2006, 2014, 2018 ഇത് 3 നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങോട്ട് മാറ്റി ഒരു ഗ്രാഫ് നമുക്ക് റഫായിട്ട് വരയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും നമ്മൾ വരയ്ക്കണം. ഇവിടെ ഞാൻ വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇനി അടുത്തത് ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈനും വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ടൈഗേഴ്സ് ആണ് ഹൊറിസോണ്ടൽ ലൈനിൽ തന്നിട്ടുള്ളത്, വെർട്ടിക്കൽ ലൈനിൽ ഇയേഴ്സുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ താഴെ നമുക്ക് നമ്പർ ഓഫ് ടൈഗേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കാം കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നേക്കുന്നത് പോലെ റഫായിട്ടേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 0 ആണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടൈഗേഴ്സ് ഇവിടെ 1000, 2000, 3000, 4000 അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇത് 1000, ഇത് 2000, ഇത് 3000, ഇത് 4000. ഇനി ഇയേഴ്സ് 2006 തൊട്ടാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഇയർ 2006. 2006 എത്രയായിരുന്നു? 1400 ആണ്. അപ്പോൾ അത് നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ട് വരയ്ക്കണം. അതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 2006 നിന്ന് 1000 എത്രയാണ്? 1400 വരുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കണം. 1400 എന്ന് പറയുമ്പം ഏകദേശം നടുക്ക് വരത്തില്ല, അതിനെക്കാട്ടിൽ 1000-ൻ്റെയും 2000-ൻ്റെയും മിഡിലല്ല, അതിൽ ഇച്ചിരി ഫ്രണ്ടിലായിട്ട് വരും. അപ്പോൾ നിങ്ങളിവിടെ ഏകദേശം വരച്ചാൽ മതി, നമുക്ക് ഗ്രാഫ് അല്ലാത്തത് കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 2006 വരച്ചു. ഇനി അടുത്തത് 2010. 2010 നമുക്ക് മിസ്റ്റേക്ക് ഒന്നും ഇല്ലായിരുന്നു, കറക്റ്റായിരുന്നു അല്ലേ? 1700 ആണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് 2014. 2014 നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 2200 ആണ് നമ്പർ ഓഫ് ടൈഗേഴ്സ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കണം. അപ്പോൾ 2200 ആണ്. അപ്പോൾ 2000 കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വരുന്ന രീതിയിൽ വേണം ഗ്രാഫ് വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ അതാ ഇവിടുന്ന് നോക്കി ഇങ്ങനെ നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ 2000 കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ റഫ് വരയ്ക്കുക കേട്ടോ. ഇനി ഗ്രാഫ് പേപ്പറിലാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പമാണ്, ലൈൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇനി അടുത്തത് 2018.
2018 നമുക്ക് മിസ്റ്റേക്ക് ഉണ്ട്. 3000 ആണ് കറക്റ്റ് വരേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളിവിടെ ബാർ വരയ്ക്കുക. അപ്പോൾ 3000 ആണ് കറക്റ്റ്. 3000 വരുന്ന രീതിയിൽ ബാർ വരയ്ക്കുക. കണ്ടോ? അപ്പം ബാർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. ബാറിൻ്റെ വിഡ്ത്ത് യൂണിഫോം വിഡ്ത്ത് ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ സ്കെയിലും പെൻസിലും ഇല്ലാതെ വരയ്ക്കുന്നത് കൊണ്ട് ഈ ഡിസ്റ്റൻസിന് ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിലും പെൻസിലും വെച്ച് കറക്റ്റായിട്ട് മെഷർ ചെയ്തതിന് ശേഷം മാത്രം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വരയ്ക്കുക. ഗ്രാഫിലാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി അടുത്തത് 2022. അത് നമുക്ക് കറക്റ്റായിരുന്നു. പക്ഷേ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പം എല്ലാ ബാറുകളും നമ്മൾ വരയ്ക്കണം കേട്ടോ. 2022 3700 ആണ്. അപ്പോൾ 3700 എന്ന് പറയുന്നത് എവിടെ വരും? 4000 കുറച്ച് മുമ്പിൽ വരും. ഓക്കെ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക. 3000 4000 അടുത്ത് വരും. ഓക്കെ. അപ്പോൾ ഫിക്സ് ചെയ്തിങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരെണ്ണം വരയ്ക്കുക. അപ്പോൾ ഈ എക്സസൈസ് ഫുള്ള് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.